Hello students, welcome back to our channel Ncert Malayalam. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Ncert ക്ലാസ് 6ലെ സയൻസിലെ ഫിസിക്സിലെ ചാപ്റ്റർ 1, that is the chapter 11 ലൈറ്റ് ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്, എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസ് പറയാനുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളിന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? പിൻ ഹോൾ ക്യാമറയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു പിൻ ഹോൾ ക്യാമറ ഉണ്ടാക്കിയാലോ? യു മൈറ്റ് തിങ്ക് ദാറ്റ് വി നീഡ് എ ലോട്ട് ഓഫ് സ്റ്റഫ് ടു മേക്ക് എ ക്യാമറ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു ക്യാമറ ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ തട്ടിക്കൂട്ടി ക്യാമറ ഉണ്ടാക്കാൻ അത്രയ്ക്കൊന്നും സാധനം വേണ്ട കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ള ഒരു പിൻ ഹോൾ ക്യാമറയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ആക്ടിവിറ്റി 5. Take two boxes of cardboard such that one can slide into another with no gap in between them. അപ്പോൾ ഏകദേശം ഒരേ സൈസിലുള്ള കാർഡ്ബോർഡ് ഉണ്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സൈസ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് ഇച്ചിരി ചെറുതും ഒന്ന് അതിനെക്കാണ് പൊടിക്ക് വലുതുമായിരിക്കണം. കട്ട് ഓപ്പൺ വൺ സൈഡ് ഓഫ് ഈച്ച് ബോക്സ്. അല്ലേ, ഓരോ ബോക്സിൻ്റെയും ഓരോ സൈഡ് നമ്മൾ എന്തായിരിക്കണം, കട്ട് ചെയ്ത് വെക്കണം. On the opposite face of the larger box, make a small hole in the middle. അപ്പോൾ നമ്മൾ എയിനകത്ത് കാണും, എയുടെ അറ്റത്ത് കണ്ടോ ഒരു ബ്ലാക്ക് കളർ ഡോട്ട് കണ്ടോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഒരു ഹോൾ ഇടണം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, in the smaller box, cut out from the middle a square with a സൈഡ് ഓഫ് 5 to 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി ബി ബോക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ക്വയർ കട്ട് ഔട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളെ പരിപാടി. കവർ ദിസ് ഓപ്പൺ സ്ക്വയർ ഇൻ ദ ബോക്സ് വിത്ത് ട്രേസിംഗ് പേപ്പർ. ഒരു ട്രാൻസ്ലൂസൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് ആ സെക്കൻഡ് ബോക്സിലെ സ്ക്വയർ എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യണം. സ്ലൈഡ് ദ സ്മോൾ ബോക്സ് ഇൻസൈഡ് ദ ലാർജർ വൺ വിത്ത് എ ഹോൾ ഇൻ സച്ച് എ വേ ദാറ്റ് ദി സൈഡ് വിത്ത് ദ ട്രേസിംഗ് ഈസ് ഇൻസൈഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തെ ഫിഗറിലെ പോലെ ഇത് സ്മോളർ ബോക്സ്, ഇത് ലാർജർ ബോക്സ്. അപ്പോൾ ഇത് സ്മോളർ ബോക്സ് ലാർജർ ബോക്സിൻ്റെ അകത്തേക്ക് ഇടണം. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ട്രാൻസ്ലൂസൻ ഏരിയയും ഈ ഹോളും നമ്മൾ എന്ത് ചെയ്യണം, കോയിൻസൈഡ് ചെയ്യുന്ന പോലെ അല്ലേ, ഒരു സൈഡിലേക്കാവണം. അതായത് നമ്മുടെ സ്ക്വയർ ഷേപ്പ് ഉള്ളിലോട്ടായി വെക്കണം എന്നാണ് പറയുന്നത്. യുവർ പിൻ ഹോൾ ക്യാമറ ഈസ് റെഡി ഫോർ യൂസ്. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പിൻ ഹോൾ ക്യാമറ. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഹോൾഡിംഗ് ദ പിൻ ഹോൾ ക്യാമറ, ലുക്ക് ത്രൂ ദ ഓപ്പൺ ഫേസ് ഓഫ് ദ സ്മോളർ ബോക്സ്. ഇനി നമ്മൾ ഈ സ്മോളർ ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തിലൂടെ വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. You should use a piece of black cloth to cover your head and pinhole camera. അല്ലേ, നമ്മളൊരു ബ്ലാക്ക് കവർ വെച്ചിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ തലയും അതുപോലെ തന്നെ പിൻഹോൾ ക്യാമറയും കവർ ചെയ്യണം. Now try to look at the small distant objects like a tree or a building through a pinhole camera. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അത് വെച്ചിട്ട് നോക്കണം. Make sure that the pinhole camera are in a bright sunshine. Move the small box forward and backward till you get a picture on the tracing paper pasted on the other end. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സൺഷൈനിന്നൊക്കെ മാറ്റി കൊണ്ടുപോകണം. ഇങ്ങനെ എന്ത് ചെയ്യണം, സ്മോൾ ബോക്സ് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യണം അല്ലേ, ഫ്രണ്ടിക്കും ബാക്കിക്കും ഇങ്ങനെ മൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രേസിംഗ് പേപ്പറിനകത്ത് പിക്ചർ കിട്ടുള്ളൂ. Are these pinhole images different from the shadows? ഈ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് ഷാഡോസ് ആയിട്ട് ഡിഫറെൻ്റ് ആണോ? ലുക്ക് ത്രൂ എ പിൻഹോൾ ക്യാമറ അറ്റ് ദ വെഹിക്കിൾസ് ആൻഡ് പീപ്പിൾ മൂവിങ് ഓൺ ദ റോഡ് ഇൻ എ ബ്രൈറ്റ് സൺലൈറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പിൻഹോൾ ക്യാമറ വെച്ചിട്ട് ആൾക്കാർ മൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കണം. Do the picture seen in the camera show the colors of the objects on the other side? അതായത് ഈ ക്യാമറയിലുള്ള പിക്ചേഴ്സ് അപ്പുറത്തെ സൈഡിലുള്ള സൈഡിൽ അതേ കളേഴ്സാണ് കാണിക്കുക. Are the images erect or upside down? ഈ ഇമേജ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണോ, ഇറക്റ്റായി നിൽക്കുന്നതാണോ, അതായത് നീണ്ടു നിൽക്കുന്നതാണോ, അതോ ഇങ്ങനെ താഴെ കുത്തനെ നിൽക്കുന്നതാണോ? സർപ്രൈസ്. ലെറ്റ് us now ഇമേജ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്, അതായത് ഇറക്റ്റ് ഇമേജ് ആണോ, അതായത് നേരെയുള്ള ഇമേജ് ആണോ, അതായത് അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഇമേജ് ആണോ എന്നൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണം. Let us now image the sun with our pinhole camera. ഇനി നമ്മൾ സണ്ണിനെ നോക്കിയാലോ? We need a slightly different setup for this. അല്ലേ, നമുക്ക് സണ്ണിനെ പെട്ടെന്ന് അങ്ങനെ നോക്കാൻ പാടില്ല. We just need a sheet of cardboard with a small pinhole in the cardboard. Hold the sheet up the sun and let its shadow fall on the clear area. Do you see a small circular shadow image in the sun in the middle of the shadow in the cardboard sheet? അപ്പോൾ സണ്ണിനെ നമുക്ക് ഡയറക്റ്റ് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാർഡ്ബോർഡ് എടുക്കുക, കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക, അതിനകത്തൊരു പിൻ ഹോൾ വെക്കുക, മിഡിലിനകത്ത്
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ സണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് ആ ഷാഡോ നമ്മുടെ ഈ ഏരിയയിലേക്ക് പതിപ്പിക്കുന്നുണ്ടോയെന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതായത് ചെറിയൊരു ഇമേജസ് നമുക്ക് അതിനകത്ത് കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷാഡോ, നമ്മുടെ സണ്ണിൻ്റെ ഷാഡോ ആണ് കിട്ടുന്നത് നമുക്ക് നോക്കണം. ലുക്ക് അറ്റ് ദീസ് പിൻഹോൾ ഇമേജസ് ഓഫ് ദ സൺ വെൻ ആൻ എക്ലിപ്സ് ഈസ് വിസിബിൾ ഫ്രം യുവർ ലൊക്കേഷൻ. അപ്പോൾ ഈ പിൻഹോൾ ഇമേജ് നമ്മൾ എക്ലിപ്സ് അല്ലേ, നമ്മൾ സണ്ണിൻ്റെ എക്ലിപ്സിൻ്റെ ആ സമയത്ത് വിസിബിൾ ആണോ നോക്കണം. അഡ്ജസ്റ്റ് യുവർ പിൻഹോൾ ആൻഡ് സ്ക്രീൻ ടു ഗെറ്റ് എ ക്ലിയർ image before the eclipse is to occur. അപ്പോൾ നമ്മൾ എക്ലിപ്സ് ഒക്വർ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഈ പിൻഹോൾ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണം. Okay, you will notice a part of the image of the sun gradually becoming darker as the eclipse start. അപ്പോൾ നമ്മൾ എക്ലിപ്സ് നോക്കുമ്പോൾ ആ സമയത്ത് സണ്ണിൻ്റെ ഇമേജ് എങ്ങനെയാണ് ഡാർക്കറായിട്ട് വരും. എവർ ലുക്ക് ഡയറക്ട്ലി അറ്റ് ദ സൺ. ഒരിക്കലും നമ്മൾ സണ്ണിനെ ഡയറക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല. ദാറ്റ് കുഡ് ബി എക്സ്ട്രീംലി ഹാംഫുൾ ഫോർ ദ ഐസ്. അല്ലേ, നമ്മുടെ കണ്ണിന് നല്ല ഹാംഫുൾ ആയിരിക്കും. നേരിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, സണ്ണിനെ നോക്കാൻ പാടില്ല. There is an interesting pinhole camera in the nature. അല്ലേ, നമ്മുടെ നേച്ചറിൽ ഒരു ഇൻട്രസ്റ്റ് പിൻഹോൾ ക്യാമറ ഉണ്ട്. അപ്പോൾ ഏതാണ് പിൻഹോൾ ക്യാമറ? Sometimes when we pass under the tree covered with a large number of trees, we notice small patches of sunlight under it. These circular images are in fact pinhole images of the sun. The gaps between the leaves act as pinholes. These gaps are all kinds of irregular shapes, but we can see the circular images of the sun. Try to locate these images in the sun when an eclipse occurs next. That could be so much fun. അപ്പോൾ നമ്മുടെ നേച്ചറിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പിൻഹോൾ ക്യാമറ ഏതാണെന്നറിയോ? അതായത് ചില സമയത്ത് നമ്മളിങ്ങനെ ഷെയ്ഡിലൂടെ പോവുക, അതായത് തണലത്തൂടെ പോവുകയാണെങ്കിൽ, കുറേ ട്രീസൊക്കെ ഉള്ള തണലിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു പിക്ചർ 11.6 കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ ഗ്യാപ്പ് കാണാൻ പറ്റും അല്ലേ? ആ ഗ്യാപ്പിലൊക്കെ എന്ത് കാണാം? നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും. അപ്പോൾ ആ സണ്ണെന്ന് പറയുന്നത് ഒരു പിൻഹോൾ ക്യാമറയാണ്. അപ്പോൾ ആ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും കാണുന്നത്. ദ ഗ്യാപ്സ് ബിറ്റ്വീൻ ദ ലീവ്സ് ആക്ട് ആസ് പിൻഹോൾസ്. അങ്ങനെ ഈ ഗ്യാപ്പ് പല ഷേപ്പുകളായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യുക, സണ്ണിനെ നമുക്ക് ആ ഒരു ഗ്യാപ്പിലൂടെ കാണാൻ പറ്റും. സണ്ണിൻ്റെ സർക്കുലർ ഇമേജസ് തന്നെ ആ ഇറഗുലർ ആയിട്ടുള്ള ഗ്യാപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയും. Bujo was this thought. We saw upside down images of the people on the road with our pinhole camera. What about the images of the sun? നമ്മൾ കണ്ടത് ഇവേർട്ടഡ് ആയിട്ടുള്ള, അതായത് അപ്സൈഡ് ഡൗൺ, തല കുത്തനെ നിൽക്കുന്ന ഇമേജസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ സണ്ണിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും? ഹൗ ഡു വി നോട്ടീസ് ടു ബി അപ്സൈഡ് ഡൗൺ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്? അല്ലേ, നമുക്ക് എങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ടുള്ള ഇമേജൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാകും? പഹേലിക്ക് വേറൊരു തോട്ട് ഉണ്ടായിരുന്നു. ഷുവർലി ഓൾ ദീസ് റിസൾട്ട്സ് ദാറ്റ് വി ആർ സീയിങ് ഫോർമേഷൻ ഓഫ് ഷാഡോസ് ആൻഡ് പിൻഹോൾ ഇമേജസ് ആർ പോസിബിൾ ഓൺലി ഇഫ് ലൈറ്റ് മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് പാത്ത്. ഒരു കാര്യം പഹേലിക്ക് മനസ്സിലായി, ഈ പറയുന്ന ഷാഡോസും അതുപോലെ തന്നെ പിൻഹോൾ ഇമേജസ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ ലൈറ്റ് എങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ്? സ്ട്രെയിറ്റ് പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Let us use a piece of pipe for a long rubber tube. ഒരു റബ്ബർ ട്യൂബ് അല്ലെങ്കിൽ പീസ് ഓഫ് പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുക. Light a candle and fix on the table and at the one of the room. Now standing at the one end of the room, look the candle through the pipe. അതായത് ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പൈപ്പിലൂടെ നോക്കണം. നമ്മുടെ ക്യാൻഡിൽ ഇപ്പോൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഫിഗർ എയിലുള്ള പോലെ പൈപ്പിലൂടെ നോക്കണം. പിന്നെ എന്ത് ചെയ്യുക? ഈസ് ദ ക്യാൻഡിൽ വിസിബിൾ? നമുക്ക് ക്യാൻഡിൽ കാണാൻ പറ്റുമോ? അങ്ങനെ എന്ത് ചെയ്യുക? ഈ പൈപ്പ് ഒന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ക്യാൻഡിൽ നോക്കണം. ഈസ് ദ ക്യാൻഡിൽ വിസിബിൾ നൗ? ടേൺ ദ പൈപ്പ് എ ലിറ്റിൽ ടു യുവർ റൈറ്റ് ഓർ ലെഫ്റ്റ്. ക്യാൻ യു സീ ദ ക്യാൻഡിൽ നൗ? അങ്ങനെ പൈപ്പുകൾ തിരിച്ചൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാൻഡിൽ കാണാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ this suggests that the light travels along a straight line, isn't it? That is why when opaque objects obstructed, the shadow forms. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും, ലൈറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒപ്പേക്ക് ഒബ്ജക്ട്സ് അല്ലേ, അതായത് നമുക്ക് കാണാൻ ലൈറ്റ് പാസ് ചെയ്യാത്ത ഒബ്ജക്ട്സ് എന്തെങ്കിലും ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? ഷാഡോ ഫോം ചെയ്യും. Next is about the mirrors and reflections. അപ്പോൾ that's all about the shadows, pinhole cameras. So now let's discuss about mirrors and reflections. നമുക്ക് മിറേഴ്സിനെയും റിഫ്ലക്ഷൻസിനെയും പറ്റി പഠിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ എന്തുണ്ടാകും? മിറേഴ്സ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഷേവ് ചെയ്യാനും അതുപോലെ ബാത്റൂമിലും അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ ഒക്കെ സൈഡിലൊക്കെ എന്തുണ്ടാവും? മിറേഴ്സ് ഉണ്ടാകും. മിറേഴ്സ് എന്തിനാണ്? വി ക്യാൻ സീ യുവർ ഓൺ ഫേസ് ഇൻസൈഡ് ദ മിറർ അല്ലേ? നമുക്ക് നമ്മുടെ മുഖം മൊത്തം നമുക്ക് മിററിൽ കാണാൻ കഴിയും. വാട്ട് യു സീ ഇഫ് റിഫ്ലക്ഷൻ ഓഫ് യുവർ ഫേസ് ഇൻ ദ മിറർ അല്ലേ? അതായത് നിങ്ങൾ റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടോ?
We also see the reflections of other objects that in the front of the mirror. Sometimes we see reflections of the trees, buildings and other objects in the water of a pond or a lake. അല്ലേ, നമ്മൾ ഒരുപാട് റിഫ്ലക്ഷൻസ് ആണ് ഉണ്ടാവും. ചിലപ്പം ട്രീസിൻ്റെയോ ബിൽഡിങ്സിൻ്റെയോ ചില സമയത്ത് പോണ്ടിലോ വാട്ടർ ബോഡിയിലൊക്കെ നമ്മൾ റിഫ്ലക്ഷൻസ് കാണും. Now let's discuss about an activity 7. This activity should be done at night in a dark room. അല്ലേ, ഒരു ഇരുട്ടത്ത് നടത്തേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ടിനോട് ഒരു മിറർ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറയണം. അതുപോലെ തന്നെ വേറൊരു കോർണറിൽ മിറർ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറയണം. വേറൊരു കോർണറിൽ ഒരു ഫ്രണ്ട് എന്ത് ചെയ്യണം, ടോർച്ച് ഇങ്ങനെ അടിച്ച് വെക്കണം. വേറൊരു സൈഡിൽ എന്ത് ചെയ്യണം, അതായത് ടോർച്ചിന് നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വേണം പിടിക്കാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, സ്വിച്ച് ഓൺ ചെയ്യണം. എന്നിട്ട് അഡ്ജസ്റ്റ് യുവർ ഫിംഗേഴ്സ് വിത്ത് എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. ഫസ്റ്റ് ഓഫ് നമുക്കൊന്ന് പറയാം. The activity should be done at night and dark room. Ask one of your friends to hold a mirror in his or her hands at a corner of the room. Stand at another corner with a torch in your hand. Cover the glass of the torch with your finger and switch it on. അല്ലേ, നമ്മൾ കൈ എന്ത് ചെയ്യണം, നമ്മൾ ടോർച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ. അഡ്ജസ്റ്റ് യുവർ ഫിംഗേഴ്സ് വിത്ത് എ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ ബീം ഓഫ് ലൈറ്റ്. ഒരു ബീം ഓഫ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഡിറക്ട് ദി ബീം ഓഫ് ലൈറ്റ് ഇൻ ദ മിറർ ദാറ്റ് യുവർ ഫ്രണ്ട് ഈസ് ഹോൾഡിംഗ്. ഡു യു സീ പാച്ച് ഓഫ് ലൈറ്റ് ഓൺ ദ അതർ സൈഡ്? അല്ലേ, ആ മിററിലേക്ക് നമ്മൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സൈഡിലേക്ക് ഒരു പാച്ച് ഓഫ് ലൈറ്റ് കാണുന്നുണ്ടോ? Now adjust the direction of torch so that the patch of light falls on the another friend standing in the room. ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ടോർച്ചിൻ്റെ ലൈറ്റിൻ്റെ ഡിറക്ഷൻ നമ്മൾ മാറ്റിയിട്ട് ഈ പറയുന്ന ലൈറ്റ്, അതായത് ഫ്രണ്ടിൻ്റെ മേലിൽ വീണ് ലൈറ്റ് ഡിഫറെൻറ്റ് സൈഡിലാണെന്ന് വ്യക്തമാക്കണം. സോ ദിസ് ആക്ടിവിറ്റി സജസ്റ്റ് ദാറ്റ് എ മിറർ ചേഞ്ചസ് ദി ഡിറക്ഷൻ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് എന്താ മനസ്സിലായത്, മിററാണ് നമ്മുടെ ഡിറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹിയർ ഈസ് എൻ ആക്ടിവിറ്റി ദാറ്റ് ഷോസ് ലൈറ്റ് ട്രാവലിംഗ് അലോങ് ദ സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം എ മിറർ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു, ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ ആക്ടിവിറ്റി 6 പഠിച്ചു ദ ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ആക്ടിവിറ്റി 7 എന്താ പഠിച്ചത്, നമ്മൾ പഠിച്ചതെന്താണെന്ന് വെച്ചാൽ ദ മിറർ ചേഞ്ചസ് ദി ഡിറക്ഷൻ ഓഫ് ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. അല്ലേ, ഒരു മിററാണ് അതിൻ്റെ മേലിൽ വീഴുന്ന ലൈറ്റിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദിസ് കോമ്പിനേഷൻ ഓഫ് ടു, ദാറ്റ് ഈസ് ലൈറ്റ് ട്രാവൽസ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ആസ് വെൽ ആസ് ഇറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം എ മിറർ. സോ ഇൻ ആക്ടിവിറ്റി 8 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സ് എ കോംബ് ഓൺ വൺ സൈഡ് ഓഫ് എ ലാർജ് തെർമോകോൾ ഷീറ്റ്. അല്ലേ, ഈ ഒരു ഇതിലിപ്പോൾ ഒരു പച്ച കളറുള്ള ഒരു കോമ്പിൽ, അതായത് ചീപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. then and fix a mirror on the other side. അതായത് വേറെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, മിറർ ഫിക്സ് ചെയ്യണം. സ്പ്രെഡ് എ ഡാർക്ക് കളർ ഷീറ്റ് ഓൺ ദ പേപ്പറിൻ്റെ ഷീറ്റ് ഓഫ് പേപ്പർ ബിറ്റ്വീൻ ദ മിറർ ആൻഡ് ദ കോമ്പിൻ്റെ മിററിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു വലിയ ഷീറ്റ് ഓഫ് പേപ്പർ വിരിക്കണം. കീപ് ദിസ് ഇൻ ആൻഡ് സൺലൈറ്റ് ഓർ സെൻറ്റ് എ ബീം ഓഫ് ലൈറ്റ് ഫ്രം ദി ടോർച്ച് ടു ദ കോമ്പിലൂടെ നമ്മളൊരു ടോർച്ച് അടിക്കുക അല്ലെങ്കിൽ ഇതൊരു സൺലൈറ്റിൽ വയ്ക്കുകയോ ചെയ്താൽ വാട്ട് ഡു യു ഒബ്സർവ്, നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ദ ആക്ടിവിറ്റി ഗീവ്സ് എസ് എൻ ഐഡിയ ഓഫ് ദ മാനർ ഇൻ വിച്ച് ലൈറ്റ് ട്രാവൽസ് ആൻഡ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ. അല്ലേ, അതായത് നേരിട്ട് നമ്മൾ ടോർച്ച് ഈ പറയുന്ന കോമ്പിലൂടെ അടിക്കുന്നു, നേരെ അത് എവിടെ വന്ന് പതിയുന്നു, മിററിൽ വന്ന് പതിയുന്നു, അതിന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യും, അത് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. സോ ദിസ് ആക്ടിവിറ്റി ഗീവ്സ് എസ് എൻ ഐഡിയ ഓഫ് ദ മാനർ in which the light travels and get reflected from a mirror. എങ്ങനെയാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതിനുള്ള ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാവും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ ലൈറ്റ്, ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും